മാധ്യമങ്ങളെ കാണുന്നു അതിന്റെ തത്സമയ ദൃശ്യത്തിലേക്ക് എന്ന് ചോദിച്ചവർക്ക് രണ്ട് സ്ത്രീകളെയാണ് നമ്മൾ ഇത്തവണ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് പുറമെ യുവാക്കൾക്ക് പ്രാതിനിധ്യം ഉണ്ടാവുമെന്ന് ചോദിച്ചു. യുവാക്കളുടെ ഒരു നീണ്ട നിര തന്നെ ഈ പട്ടികയിലുണ്ട്. പിന്നെ പരിചയസമ്പന്നൻ എന്നുള്ള നിലയിൽ അതിനെ നയിക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ആളുകൾ, കഴിഞ്ഞ നിയമസഭയിൽ നന്നായി പെർഫോം ചെയ്ത ആളുകൾ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു നല്ല ലിസ്റ്റാണ് മുസ്ലിം ലീഗിൻ്റെ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. താങ്കൾ ഇത്തവണ മത്സരിക്കുമെന്നുള്ളതായിരുന്നു പുറത്തു വന്ന വാർത്തകൾ. എന്തുകൊണ്ടാണ് അത് മത്സരിക്കും എന്ന് പറഞ്ഞതും പുറത്തു വന്ന വാർത്തയാണ്, മത്സരിക്കില്ല എന്ന് പറഞ്ഞതും പുറത്തു വന്ന വാർത്തയാണ്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അത് തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശം പാർട്ടിക്കുള്ളതാണ്. പാർട്ടിക്ക് മത്സരിക്കാമെന്നും പറയാം, മത്സരിക്കാതിരിക്കാമെന്ന് പറയാം. രണ്ട് പറഞ്ഞു കഴിഞ്ഞാലും അത് സ്വീകരിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാളാണ് ഞാൻ എന്ന് അന്നേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടി എടുത്ത തീരുമാനത്തെ ഞാൻ സർവാത്മന അതിന് സ്വാഗതം ചെയ്യും. പാർലമെൻ്ററി രാഷ്ട്രീയം മാത്രമല്ലല്ലോ, രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിവിധ തുറകളുണ്ട്. അതിലൊന്ന് മാത്രമാണ് പാർലമെൻ്ററി രാഷ്ട്രീയം. ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, ഏകദേശം 30 വർഷമായി ഞാൻ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിയമസഭയ്ക്കകത്തുണ്ട്. അത് ഒരു നീണ്ട കാലമാണല്ലോ. 2 തവണ മന്ത്രിയായിട്ടുണ്ട്. അതൊക്കെ പാർട്ടി എനിക്ക് തന്ന അംഗീകാരമല്ലേ. അതുകൊണ്ട് തന്നെ അത് ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. ഇതൊക്കെ എനിക്ക് എന്നെക്കാൾ അർഹതയുള്ള എത്രയോ ആളുകൾ ഉള്ളപ്പോഴാണ് എനിക്കന്ന് ഈ സ്ഥാനങ്ങൾ തന്നത്. 29ാമത്തെ വയസ്സിൽ അന്ന് ഞാൻ യുവാവാണ്. യുവാക്കൾക്ക് അന്നേ പ്രാതിനിധ്യം തന്നിട്ടുണ്ട്. അന്ന് യുവാവായ ഞാൻ 29ാമത്തെ വയസ്സിലാണ് ഇവിടെ കോഴിക്കോട് 2ാം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചത്. അപ്പോൾ അത് ഇനിയിപ്പം പുതിയ ആളുകൾ വരുമ്പോൾ നമ്മൾ അവർക്ക് അവസരം നിഷേധിക്കാൻ പാടില്ലല്ലോ. കാരണം തലമുറകൾ ഇങ്ങനെ കൈമാറി പോകേണ്ടതാണ് രാഷ്ട്രീയം. പകരം വരുന്നത് ഫൈസൽ ബാബുവാണ്, ഇവിടെ കൊടുവള്ളിയിൽ വരുന്നത് ഫിറോസാണ്. അതൊക്കെ പിന്നെ യുവാക്കളാണ്. മാത്രമല്ല അവരൊക്കെ ഫൈസൽ ബാബു എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ വെട്ടിത്തിളങ്ങിയിട്ടുള്ള ഒരു ആളാണ്. ആ നിലയ്ക്ക് സൗത്ത് മണ്ഡലം അദ്ദേഹത്തിന് വളരെ പ്രാപ്തമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. മാത്രമല്ല അവിടെ മത്സരിച്ച് 3 തവണ ജയിച്ച ആളെന്നുള്ള നിലയ്ക്ക് ഫൈസൽ ബാബുവിനെ ജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കൂടി എനിക്കുണ്ട്. ഞാനും എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പൂർണ്ണമായും പാർട്ടി എന്ത് തീരുമാനിക്കുന്നു അതിൻ്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഇലക്ഷന് മുന്നേ, ഈ പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ ഈ സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിൽ താങ്കൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം നടന്നിട്ടുണ്ട്. അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ഇത്തരം ചർച്ചകൾക്ക് ആക്കം കൂട്ടിയോ? അതൊന്നും ഇത് പാർട്ടിയുടെ തീരുമാനവും തമ്മിൽ ബന്ധമൊന്നുമില്ല. സൈബർ ഇടങ്ങളിൽ ഇപ്പം എനിക്ക് എതിരെ മാത്രമൊന്നുമല്ല, ഒരുവിധ എല്ലാ ആളുകൾക്കെതിരെയും സൈബർ ആക്രമണം വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ വി ഡി സതീശനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ പുതിയ ഒരു പ്രയോഗം, അതേ നുണയൻ എന്ന് പറയുന്ന ഒരു പ്രയോഗമൊക്കെ എത്ര ഒരു അപമാനിക്കലാണ് സൈബർ ഇടങ്ങളിൽ നടക്കുന്നത്. അതൊന്നും ഞാൻ ഗൗരവമായിട്ട് കാണുന്നില്ല. കാരണം സൈബർ ഇടങ്ങളിൽ ഉള്ളവർ പിന്നെ മുഖമില്ലാത്തവരാണ്. മുഖമില്ലാതെ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അതിലൊരു ഭീരുത്വമുണ്ട്. അതിന് പുറമെ അതിൽ ഒരു നൈതികതയുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനൊന്നും ഗൗരവമായിട്ട് കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ സമൂഹം എങ്ങനെ വിലയിരുത്തുന്നു, എൻ്റെ പാർട്ടി എങ്ങനെ വിലയിരുത്തുന്നു എന്ന് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. ആ കാര്യത്തിൽ എന്നും പാർട്ടി വളരെ അനുകൂലമായിട്ടാണ്. എൻ്റെ പ്രവർത്തനങ്ങളൊന്നും സമൂഹം ഒരിക്കലും മോശമായിട്ട് പറഞ്ഞിട്ടില്ല ഇതുവരെ. ഞാൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഒന്നും ഞാൻ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ ഈ
സംസ്ഥാനത്തിന് അപമാനകരമായിരുന്നു എന്ന് പറയിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല. ഫാത്തിമ തഹ്ലിയൊക്കെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് തന്നെ മത്സരിക്കുന്നത്. ഫാത്തിമ തഹ്ലിയൊക്കെ പിന്നെ പുതിയ തലമുറയുടെ പ്രതിനിധിയാണ്. മാത്രമല്ല അവർ കോഴിക്കോട് സൗത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറ്റിച്ചിറ ഡിവിഷൻ്റെ പ്രതിനിധി കൂടിയാണ്. അപ്പോൾ അവർക്കും ഇവിടെ കുറേ കാര്യങ്ങൾ ഇവിടെയും ചെയ്യാനുണ്ടാവും. പ്രചാരണ രംഗത്തൊക്കെ സജീവമായിട്ടുണ്ടാവും. എന്നാൽ കഴിയുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾക്കൊക്കെ ഞാൻ പോകും. പാർട്ടിയെ ജയിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല UDFൻ്റെ ഭാഗം തന്നെയാണല്ലോ ഞാൻ. അപ്പോൾ UDF ടീമിൻ്റെ ഭാഗമാണ് ഞാൻ. അപ്പം ഞങ്ങളുടെ 100 എന്ന് പറയുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാനും പരിശ്രമത്തിൽ കൂടുന്നുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ സമയം എല്ലാ സ്ഥലത്തും പോകാനുള്ള ഒരു സമയം, അല്ലെങ്കിൽ എവിടെയെങ്കിലും തളച്ചിടപ്പെടുമായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ മണ്ഡലങ്ങളിലും പോകാനുള്ള ഒരു സാവകാശം കൂടി കിട്ടിയിട്ടുണ്ട്. സംഘടനാ ചുമതലകളിലേക്ക് വരാൻ സാധിക്കുന്നുണ്ടോ? ഒന്നും ഞാൻ തീരുമാനിക്കേണ്ടതല്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് തീരുമാനിക്കാൻ പറ്റും. എൻ്റെ സ്വാതന്ത്ര്യത്തിൽ എനിക്ക് തീരുമാനിക്കാൻ പറ്റുന്നത് ഞാൻ ഈ പാർട്ടിയുടെ അംഗമായി അവസാന ശ്വാസം വരെ ഉണ്ടാവും എന്ന തീരുമാനം എൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. അത് ആർക്കും ഇടപെടേണ്ട, ഒരു സൈബർ ഇടത്തിനും ഇല്ലാതാക്കാൻ പറ്റുന്നതല്ല. ഞാൻ ഈ പാർട്ടിയിൽ എന്നോട് വിശ്രമിക്കാനാണ് സൈബർ ഇടത്തിൽ ചിലർ പറഞ്ഞത്. വിശ്രമം എന്ന് പറയുന്ന ഒരു സാധനം എൻ്റെ ജീവിതത്തിലല്ല, എൻ്റെ മുൻ തലമുറയിലെ പിന്നെ എൻ്റെ പിതാവിന് പോലും ഉണ്ടായിട്ടില്ല വിശ്രമം. അദ്ദേഹവും അടർക്കളത്തിൽ എന്ന് പറയുന്ന ഈ പാർട്ടിയുടെ തിരുമുറ്റത്താണ് അദ്ദേഹം പ്രവർത്തന നിരതരായിരിക്കുമ്പം മരണപ്പെടുന്നത്. അതുപോലെ എൻ്റെ അവസാനം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനത്തിന് ശേഷമാണ് MK മുനീർ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. വളരെയധികം സന്തോഷമെന്നും പ്രചാരണ രംഗത്ത് താൻ കൂടെ ഉണ്ടാകുമെന്നും MK മുനീർ പറയുന്നു. നല്ല ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും നല്ല ഒരു ഇടമുണ്ട്. അതിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ് MK മുനീർ. ഇത്തവണ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നില്ല. 25 ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് മുസ്ലിം ലീഗ് അല്പസമയത്തിന് മുൻപ് പ്രഖ്യാപിച്ചത്.